ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയുടെ ഇതാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയാൽ നമ്മുടെ എത്ര നടക്കാത്ത ആഗ്രഹങ്ങളാണെങ്കിൽ പോലും സാധിച്ചു കിട്ടും. അതിൽ വിശ്വാസത്തോടെ നമ്മൾ ചെല്ലിയാൽ ഉടനടി നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അതിനുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ കൂടെ ചെയ്യുക. ലൈക്ക് ചെയ്യുന്നൊപ്പം തന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ചെയ്ത് പോയിന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ഈ പ്രാർത്ഥന ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് പീരീഡ്സ് ആയിട്ടൊന്നും കുഴപ്പമില്ല, മറ്റെന്നാ ഇതുണ്ടെങ്കിലും ഒരു പ്രശ്നങ്ങളുമില്ല. നമുക്ക് എപ്പോൾ വേണേലും ഇത് ചെല്ലാം, യാതൊരു പ്രശ്നവും ഇല്ല. നമ്മുടെ ആവശ്യം എപ്പോഴാണോ ആ സമയത്ത് നമുക്കത് അന്നേരം തന്നെ ചെല്ലാം. ഇത് അന്നേരം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് ഒരുപാട് ദിവസം നമ്മൾ ചെല്ലണ്ട. ചില പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര ദിവസം ചെല്ലുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കാര്യം സാധിക്കുന്നത്. ഇത് നമ്മൾ വിശ്വാസത്തോടുകൂടി, ശരിക്കും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ചെല്ലിയാൽ മതി കേട്ടോ. വിശ്വാസത്തോടു കൂടി ഒറ്റ പ്രാവശ്യം നമ്മൾ ചെല്ലിയാൽ മതി, നമുക്ക് ഉടൻ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയണം കേട്ടോ. ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലി എനിക്ക് വളരെ വിഷമത്തോടുകൂടിയായിരുന്നു എന്നെ പ്രാർത്ഥന ചൊല്ലിയത്. ഒത്തിരി ഇത് എന്നെ ചെയ്യുന്ന ഇങ്ങനൊരു കാര്യത്തിൽ പെട്ടെന്ന് എനിക്കത് റിസൾട്ടും കിട്ടണം എന്നുള്ള എതിർത്ത്. പക്ഷേങ്കിൽ അത് ചൊല്ലി എനിക്ക് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഒരു പ്രാർത്ഥന നമുക്ക് വിശ്വാസമാണ് വേണ്ടത്. നമ്മൾ വിശ്വാസത്തോടുകൂടി മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് എത്രമാത്രം മൂല്യമുണ്ടോ അത്രയും നമ്മൾ വിശ്വാസത്തോടു കൂടി വേണം ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. ഉറപ്പായിട്ടും നമുക്ക് സാധിച്ചു കിട്ടും. എൻ്റെ കാര്യമായിക്കോട്ടെ, വിവാഹമായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി കടബാധ്യതകളായിക്കോട്ടെ, എന്നതിനാണെങ്കിലും എന്ന പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിലും ഈ ഒരു പ്രാർത്ഥന നമ്മളൊരു ദിവസം ഒരു 13 തവണ ഇത് ചെല്ലണം. ഈ ഒരു പ്രാർത്ഥന 13 തവണയാണ് ചെല്ലേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന ചൊല്ലി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടും. അപ്പോൾ നമുക്ക് എന്നാ പ്രാർത്ഥനയിൽ നിന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇതാണേ, നമ്മൾ വിശ്വാസത്തോടു കൂടി നമുക്കിത് കാര്യം സാധിച്ച് കിട്ടും. നമ്മൾ വിശ്വാസത്തോടു കൂടി ഈശോയോട് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ഈശോ നമ്മളെ ഉപേക്ഷിക്കുകയില്ല. ഈശോയോട് നമുക്ക് വിശ്വാസത്തോടു കൂടി ധൈര്യമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുനാഥ, അങ്ങയുടെ തിരുമുറിവുകൾ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ ചങ്കിലെ മുറിവിൽ നിന്നും ഒഴുകുന്ന രക്തം ഞങ്ങൾ കാണുന്നു. അവിടുത്തെ തിരുരക്തം ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ. അവിടുത്തെ തിരുരക്തം ഞങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ആശ്വാസം നൽകണമേ. അവിടുത്തെ തിരുരക്തം ഞങ്ങളെ പരീക്ഷകളിൽ വിജയിപ്പിക്കണമേ. അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളുടെ കടങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞ് സമാധാനം നൽകണമേ. അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മാറണമേ. അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഭവനത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കടബാധ്യതകളും അകന്നു പോകണമേ. കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശുവേ. അപ്പോൾ ഈ ഒരു ഇത് വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ ആവശ്യം നമ്മൾ പറയുക. നമുക്ക് എന്നതാണോ നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യം പറയാം. അത് വിവാഹമോ ജോലിയോ രോഗമോ അതുപോലെ തന്നെ നമുക്കൊരു വീടോ എന്നതും ആയിക്കോട്ടെ, നമ്മുടെ ആവശ്യം സത്യസന്ധമായ കാര്യമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആ കാര്യത്തിന് വേണ്ടി നമ്മൾ ഈശോയോട് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ഈശോ നമ്മളെ കൈവിടുകയില്ല. നമ്മുടെ ആവശ്യം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇന്ന് ചോദിക്കുന്നതായ ആവശ്യങ്ങൾ അവിടുത്തെ ആവശ്യമായി കണ്ട് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. ഇത് വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഉറപ്പായിട്ടും ചൊല്ലിയാൽ നിങ്ങൾക്ക് കാര്യം സാധിച്ചു കിട്ടും. വിശ്വാസം വേണം, അതിലേറെ നമ്മുടെ ആ ഒരു പ്രതീക്ഷ വേണം. നമ്മൾ പ്രാർത്ഥിച്ചത് എത്ര ദിവസമെന്ന് നിങ്ങൾ ചോദിക്കരുത്. ഇത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഉടനടി നമുക്ക് റിസൾട്ട് കിട്ടും. അത് നമ്മുടെ ചിലപ്പോൾ 2, 3 ദിവസം 4 ദിവസമൊക്കെ നീണ്ടു പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസത്തോടു കൂടി തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് കാര്യം സാധിച്ച് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഇരിക്കുക. എൻ്റെ കാര്യത്തിൽ എനിക്ക് 100% റിസൾട്ട് കിട്ടിയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിശ്വസിച്ചാൽ ഒരിക്കലും കൈവിടുകയില്ല. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്.
അപ്പം ഇതാണ് പ്രാർത്ഥന. ഇവിടെ ഇപ്പം ഞാൻ ഒരു പ്രാവശ്യമേ ഇത് വായിച്ചിട്ടുള്ളൂ. ഇത് നിങ്ങൾ 13 തവണ നിങ്ങൾ പറയണം. ഒരു നേരം തന്നെ ഒരു ദിവസം നമ്മൾ 13 തവണ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് 13 പ്രാവശ്യം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം പറയേണ്ട സ്ഥാനത്ത് നമ്മുടെ ആവശ്യങ്ങൾ പറയാം. നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. കാര്യം എന്ന് വെച്ചാൽ ദൈവത്തോട് നമ്മൾ കളിക്കാൻ നിൽക്കരുത്. ദൈവത്തോട് നമ്മൾ കളിക്കാൻ നിന്നാൽ നമുക്കിട്ട് പണി 100ൻ്റെ തിരിച്ച് കിട്ടും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിരിക്കും, നമുക്ക് താങ്ങാൻ പറ്റാത്തതിനപ്പുറം നമുക്ക് പണികൾ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവത്തെ വിശ്വാസത്തോടുകൂടി നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് നമ്മളുടെ സ്വഭാവങ്ങളും നല്ലതായിട്ടിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ പറ്റി ദുഷിപ്പ് പറയാതിരിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക, മറ്റുള്ളവരെ പറ്റി മോശമായിട്ട് ഇങ്ങനെ പറഞ്ഞ് ഒരാളെ നമ്മളിപ്പോൾ ചിലരെ നമുക്ക് മനുഷ്യർക്ക് കുശുമ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കുശുമ്പോടുകൂടി മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കുക. നമ്മൾ ഒരു പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മൾ ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ നമുക്കൊരു കാര്യം സാധിച്ചു കഴിയുമ്പോൾ നമ്മളിലും അതുപോലെ മാറ്റങ്ങൾ വരണം. മറ്റുള്ളവരെ പറ്റി ഇല്ലാ കഥകൾ പറയാതിരിക്കുക, പിന്നെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഒരിടത്തു നിന്ന് വേറൊരിടത്തു നിന്ന് പറയാതിരിക്കുക, തമ്മി തല്ലിപ്പിക്കാതിരിക്കുക ആൾക്കാരെ തമ്മിൽ. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുക. നാക്കുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക. അല്ലാതെ നമ്മൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞേച്ച് നമ്മൾ ഈ പ്രാർത്ഥനയും കൂടെ ചെല്ലിയാൽ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ പോകുന്നില്ല. അയ്യോ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, ഞാൻ എന്നതൊക്കെയാണ് ചെയ്തത്, എൻ്റെ പ്രവൃത്തി എന്നതാണ്, ഞാൻ ചെയ്തത് നല്ല കാര്യങ്ങളാണോ അതോ മോശമായിട്ടാണോ എന്നൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് എത്രമാത്രം റിസൾട്ട് കിട്ടും എന്നുള്ളത്. അത് ഇതുവരെയുള്ള കാര്യങ്ങൾ പൊക്കോട്ടെ, ഇതുവരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു, അത് പൊക്കോട്ടെ. ഇനിയുള്ള കാര്യങ്ങളിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധിച്ചാലും മതി. ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ റിസൾട്ട് കിട്ടണമെന്ന് എത്രമാത്രം നമ്മൾ ആഗ്രഹിക്കുന്നോ അത്രമാത്രം നമ്മുടെ പ്രവൃത്തി നല്ലതായിരിക്കണം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയുക വെച്ചാൽ നമ്മൾ ഏത് മതസ്ഥരായിക്കോട്ടെ, ഇപ്പം ഈ ഒരു പ്രാർത്ഥന എല്ലാ മതസ്ഥർക്കും ചെല്ലാം കേട്ടോ. ഇന്നവരെന്നില്ല, ഹിന്ദുക്കളെന്നോ മുസ്ലിംസെന്നോ ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാ മതക്കാർക്കും നിങ്ങൾക്ക് ചെല്ലാം. യാതൊരു വിശ്വാസം ഉണ്ടായാൽ മാത്രം മതി. പിന്നെ ഒരു കാര്യം പറയുകയെന്ന് വെച്ചാൽ ഏത് മതസ്ഥരാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസ ദൈവത്തെ നല്ലപോലെ വിശ്വസിക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം ദൈവത്തെ അറിയാനായിട്ട് നിൽക്കരുത്. ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം, നമുക്കൊരാവശ്യം വരുമ്പോൾ മാത്രം നമ്മൾ ദൈവത്തെ വിളിക്കാൻ നിന്നാൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുകയില്ല. കാര്യം പിശാച് നമ്മളെ ചുറ്റി വളഞ്ഞു വെച്ചേക്കുന്നിടത്ത് ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അതേസമയം നമ്മുടെ എന്നും പറഞ്ഞിട്ട് ഭയങ്കര ഭക്തരായിരിക്കണമെന്ന് ഞാൻ ഭയങ്കര ഭക്തിയൊന്നുമല്ല കേട്ടോ. 24 മണിക്കൂറും ഞാൻ ദൈവവചനം പറഞ്ഞു നടക്കുന്ന ആളോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്ന ആളോ പള്ളിയിൽ പോകുന്ന ആളോ ഒന്നുമല്ല എനിക്കൊരു വിശ്വാസമുണ്ട് ദൈവത്തിൽ, നല്ലൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിനപ്പുറം ഞാനൊരു കാര്യങ്ങളും ചെയ്യാറില്ല. അതുകൊണ്ട് എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ ഏതൊരു വിഷമ അവസ്ഥയിലും എത്ര സങ്കടം വരുന്ന സമയത്ത് ദൈവമേ എന്നൊന്ന് വിളിച്ചാൽ മതി കേട്ടോ. ആ വിളി ആ നിമിഷം കേൾക്കാറുണ്ട്. സത്യമായിട്ടുള്ള കാര്യം പറയണേ. ഒരുപാട് കാര്യം ഇപ്പം എന്നെ ആരെങ്കിലും ഒരു മോശം കാര്യങ്ങൾ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞാലും ഞാൻ അവരോട് ചോദിക്കാൻ പോലും പോകത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. അവരങ്ങനെ വിചാരിച്ച് വെച്ചോട്ടെ. പക്ഷേ അധികം താമസിയാതെ തന്നെ ഉണ്ടല്ലോ എൻ്റെ കണ്ണുമുന്നിൽ തന്നെ ദൈവം തമ്മിൽ അത് കാണിച്ചു തരും, അവരെ പറഞ്ഞതിനുള്ള മറുപടി. അത് എപ്പോഴും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എന്നെ ആ സമയത്ത് എനിക്കൊരു വിഷമം തോന്നും, എങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നൊരു തോന്നി എൻ്റെ കണ്ണ് ചെറുതായിട്ടൊന്നും നിറയാറുണ്ട്. കാര്യം കണ്ണുനീരിങ്ങനെ ഒഴുകാറില്ല, നമ്മുടെ മനസ്സ് നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് ചെറുതായിട്ടൊന്നും നിറയുമല്ലോ, അങ്ങനെ ഒരു ഇത് വരാറുണ്ട്. പക്ഷേങ്കിൽ ഞാൻ അവരോട് അതിൻ്റെ പേര് മിണ്ടാതിരിക്കുമോ, അവരോട് പിണക്കം വെച്ചുകൊണ്ടിരിക്കുമോ ഒന്നും ചെയ്തില്ല. അവരെ കാണുമ്പോൾ ഞാൻ മിണ്ടുകയും ചെയ്യും, വർത്തമാനം പറയുകയും ചെയ്യും. അവർ പറഞ്ഞത് അവരുടെ ഒരു കൾച്ചർ, നമ്മളത് മാറ്റാൻ പറ്റത്തില്ല. ചിലർക്ക് അങ്ങനെ ഉണ്ട് സ്വഭാവം. അവരോട് ഞാൻ ഇത് കാണിക്കാറ് പോലുമില്ല. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളൊരു പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പം നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ വൈരാഗ്യമോ മുഷിപ്പോ ഒന്നും വെച്ചുകൊണ്ട് നിൽക്കാനായിട്ട് പോകരുത്. നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയൽ നാക്കുകൊണ്ട് നല്ലത് പറയണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം വെച്ചാൽ ചീത്ത വർത്തമാനങ്ങൾ, ചീത്ത എന്ന് പറഞ്ഞാൽ ചീത്ത പറയരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ദൈവനാമം പറയുന്ന ദൈവനാമം തന്നെയല്ല, നാമം ചെല്ലുന്ന നാവുകൊണ്ട് ദൈവത്തെ വിളിക്കുന്നൊരു നാക്കുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നാലേ നമുക്ക് നമ്മുടെ ഒരു വിഷമ സമയത്ത് നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. ദൈവത്തെ നമ്മുടെ ഒരു ആവശ്യ സമയത്ത് നമ്മൾ വിളി കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ദൈവത്തെ അറിഞ്ഞു തന്നെ നിൽക്കണം. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രാർത്ഥനയുടെ ഇതാണ്. ഇത് നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ലിക്കും. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നാന്ന് വെച്ചാൽ ഇത് ചൊല്ലി അതിൻ്റെ വശത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നുന്ന പോലെ കാര്യങ്ങൾ കാണിച്ചിരുന്നിച്ച് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റേതായ രീതിക്ക് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ വലിച്ചു നീട്ടി കൊണ്ടുപോയെന്നൊന്നും ആരും പറയണ്ട. ഞാൻ പ്രാർത്ഥന ആദ്യം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇത് ബാക്കി കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ആ പ്രാർത്ഥന അങ്ങ് കേൾക്കാം. അത് കഴിഞ്ഞുള്ളവർക്ക് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇത് നമ്മുടെ ആവശ്യം പറയേണ്ട സമയത്ത് ബാക്കി കാര്യങ്ങളൊക്കെ പറയുക. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇനി വേറൊന്നും പറയാനായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നിങ്ങൾ വിശ്വാസത്തോടെ വിളിക്കുക, ഉറപ്പായിട്ടും ദൈവം നിങ്ങളെ കാത്തോളൂ.